മരച്ചീനി സംഭരിച്ച് കർഷകരെ സഹായിക്കുമെന്ന കൃഷിമന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായതോടെ ഇടതുപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടായില്ല. നൂറുകണക്കിന് കർഷകർ കൃഷിയിടങ്ങളിൽ നിന്ന് മരച്ചീനി പിഴുതുമാറ്റാനാകാതെയും മറ്റു കൃഷി ചെയ്യാനാകാതെയും കർഷകർ ഇവിടെ പ്രതിസന്ധി നേരിടുകയാണ്. കാർഷിക പ്രതിസന്ധി മരച്ചീനിയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. വെറ്റില കർഷകരും പ്രതിസന്ധിയിലാണ്. കച്ചവടത്തിനായി കൊണ്ടുവന്ന വെറ്റിലക്കെട്ടുകൾ വിലത്തകർച്ച മൂലം ചന്തയിൽ ഉപേക്ഷിച്ചുപോയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. മറ്റു കാർഷിക വൃത്തിയേക്കാൾ സൂക്ഷ്മതയോടെയും കരുതലോടെയും പരിപാലിക്കേണ്ട കൃഷിയാണ് വെറ്റില കൃഷി. ഒരാഴ്ച മുമ്പാണ് വിലത്തകർച്ചയും വാങ്ങാൻ ആളില്ലാത്തതും കാരണം വെറ്റിലക്കെട്ടിന്റെ വൻ ശേഖരം കർഷകർ കച്ചവട കേന്ദ്രങ്ങളിൽ കൂട്ടത്തോടെ ഉപേക്ഷിച്ചു പോയത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ഇപ്പോൾ 50 രൂപയായി ഉയർന്നിട്ടുണ്ട്. വെറ്റില വില ഇടിഞ്ഞതോടെ നിരാശയിലായ കർഷകർക്ക് ഇപ്പോഴത്തെ വില ആശ്വാസം നൽകുന്നുണ്ട്. വെറ്റില വ്യാപാര രംഗത്തെ വൻ തകർച്ച കർഷകരെ ഏറെ നിരാശരാക്കിയിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ ഉയർച്ച കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി. ഇപ്പോൾ 50 രൂപ ലഭിച്ചു വരുന്ന വെറ്റിലയ്ക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് 80 രൂപ വരെ വില ലഭിച്ചിരുന്നതായി കർഷകർ പറയുന്നു. വെറ്റില കർഷകരെ സഹായിക്കുന്നതിന് അധികൃതർ തയ്യാറാകണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.